ഇപ്പോൾ കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കതൊരു ബലമായേനെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും അശ്വനരായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മണി ഉണ്ടായെങ്കിൽ ഞങ്ങളെ സഹായിച്ചേനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഉത്തരങ്ങളായിട്ട് തന്നെ പറയാറുണ്ട്. ഈ ഒരു വിടവുണ്ടല്ലോ, അത് കലാഭവൻ ചിന്തയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ശരിക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ശരിക്കും ആളല്ല. കാരണം ഞാനൊക്കെ അത് നാദിർഷയ്ക്കും ദിലീപേട്ടനും അല്ലെങ്കിൽ അതുപോലുള്ള മണിച്ചേട്ടനോടൊപ്പം പ്രവർത്തിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. തുടങ്ങിയ സമയം മുതൽ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് യോഗ്യം പറയാൻ. അവർ നിങ്ങളിപ്പോൾ വിളിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാൻ വേറെ ഒന്നല്ല, ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന നാദിർഷയ്ക്ക് വഴിയാണ്. മണിനാഥം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ മണിനാഥം എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്നു ഞാൻ. അങ്ങനെ നാദിർഷയ്ക്ക് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ വരുന്നതും. അങ്ങനെ പിന്നെ അവർ ഭയങ്കര എന്താ പറയുക, മണിച്ചേട്ടൻ്റെയും നാദിർഷയ്ക്കിടയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ളവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അത് ഒരേ കാറ്റഗറിയിൽ അവർ കാണുള്ളൂ. അല്ലാതെ അവൻ വേറൊരു സെക്ഷൻ, സൗണ്ടുകാർ വേറൊരാൾ, അല്ലെങ്കിൽ പാട്ടുകാർ വേറൊരു സെക്ഷൻ, അങ്ങനെ ഒരു പരിപാടിയില്ല. നാദിർഷയ്ക്കും മണിച്ചേട്ടനൊക്കെ എന്താണോ അവർ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് നമുക്കും തരുന്നത്. അല്ലെങ്കിൽ അവർ കിടക്കുന്ന അതേ ഹോട്ടലിലാണ് നമുക്കും റൂം തരുന്നത്. അതവർ പ്രത്യേകിച്ച് പറയും അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടികളൊന്നും ഇവർ ചെയ്തിട്ടുമില്ല. ഇവരങ്ങനെ നിൽക്കുന്നില്ലല്ലോ. എല്ലാവരും ഇവരും താഴെക്കിടയിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ഒരു അവരും ഈ പാതയിൽ തന്നെ യാത്ര ചെയ്യുന്നവരാണ് എന്നറിയാവുന്നതുകൊണ്ട് അവരതുപോലെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മണിനാഥം എന്ന് പറഞ്ഞ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം മണിച്ചേട്ടൻ നാദിർഷക്ക തുടങ്ങി വെക്കുന്നിടത്ത് നിന്ന് പിന്നെ മണിച്ചേട്ടൻ ഏറ്റെടുത്ത്, പിന്നെ നാദിർഷയ്ക്കും മണിച്ചേട്ടൻ നമ്മളൊരു കോമ്പിനേഷൻ, ഒരു കോംബോ വർക്ക് ചെയ്തൊരു 3-3.5 മണിക്കൂർ ഒരു എന്താ പറയുക ഉത്സവം പോലെയാണ്. എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. മിമിക്രിയും ഡാൻസും പാട്ടും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവർ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞാൻ കുറേ വർഷം, 2012 മുതൽ ഞാൻ ഓൾറെഡി ഇവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ കലാഭവനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അബലച്ചൻ മരിച്ചതിന് ശേഷം കലാഭവനിൽ നിന്ന് ഇറങ്ങി നേരെ സാലിക്കയാണ്, നാദിർഷയ്ക്കയുടെ ഒരു ബ്രദറുണ്ട് സാലിക്കയാണ് നാദിർഷോയിലേക്ക് മണിനാഥത്തിലേക്ക് കൊണ്ടിരുന്നത് അവതാരകനായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ബന്ധം ഇങ്ങനെ വന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നാദിർഷയ്ക്ക് തിരക്കായി, മണിച്ചേട്ടന് പിന്നെ തിരക്കായി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മണിനാഥം തുടങ്ങും. മണിനാഥം എന്നുള്ളത് മണികിലുക്കം തുടങ്ങുകയാണ് മണിച്ചേട്ടൻ. അപ്പം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് വരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ മണികിലുക്കത്തിൽ അവതാരകനായിട്ട് പോകുന്നു. അങ്ങനെ മണിച്ചേട്ടൻ പിന്നെ ഇപ്പോൾ നാദിർഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും പോകും, ഇടയ്ക്കിൻ്റെ അകത്തും പോകും. അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം പരിപാടികളും ഷൂട്ടിങ്ങും, മണിച്ചേട്ടൻ തമിഴ് തെലുങ്ക് മലയാളം ഉണ്ട്, പടത്തിൻ്റെ ഷൂട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ടൈമിൽ ഇങ്ങനെ എടുക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് മണികിലുക്കം എന്ന് പറഞ്ഞ പേരിലും മണിനാഥം, മണിമുഴക്കം എന്നൊക്കെ പറഞ്ഞ പേരിൽ കുറേ പേര് പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അത് പല പരിപാടികളും മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പിന് വെച്ചും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇട്ടും മണിച്ചേട്ടൻ്റെ പാട്ടുപാടിയൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മളപ്പോഴും ചിന്തിക്കുകയാണ് ഇവരുടെ കൂടെയൊക്കെ യാത്ര. നമ്മളിത് കാണും ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പം പറയും ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ അങ്ങനെയായിരുന്നു, ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ ഇങ്ങനെയായിരുന്നു, മണിച്ചേട്ടൻ്റെ അവിടെ ചെന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊന്ന് വീൻ പഠിക്കുന്ന കാണാം നമുക്ക്. പക്ഷേ യഥാർത്ഥ മണിച്ചേട്ടനെ കണ്ടത് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. പുള്ളി മേടിച്ചെന്ന ഭക്ഷണം, പുള്ളിയുടെ കൂടെ കിടന്നുറങ്ങുക, മണിച്ചേട്ടൻ വാരി തന്നിട്ടുണ്ട്, കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വിടവ് എങ്ങനെ നികത്താം എന്ന് പറഞ്ഞാൽ അത് നികത്താൻ പറ്റിയ ഒരാളും വന്നിട്ടില്ല. ഇപ്പോൾ നാദിർഷയ്ക്ക് ഇപ്പോഴും നാദിർഷോയിലും ഞങ്ങൾ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ പാടുമ്പോഴും അവർ മണിച്ചേട്ടൻ്റെ കഥകൾ പറയുമ്പോൾ നാദിർഷയ്ക്ക് ഇപ്പോഴും വിഷമിച്ച് അത്ര ഒരു ബന്ധമായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ ആ ഒരു ബന്ധം എന്താ പറയുക, അതൊരു സൈഡ് പോയ പോലെ തന്നെയാണ്. അത് നമ്മുടെ ഒരാളില്ല, നമുക്ക് ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ എല്ലാ ദിവസവും ഈ 365 ദിവസവും മണിച്ചേട്ടനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ആളുണ്ടാവില്ല ഈ ലോകത്ത്. അത് വേറൊരാൾക്കും കിട്ടാത്തൊരു സംഭവം തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ വിടവങ്ങനെ നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യ കാഴ്ച ഓർമ്മയുണ്ടോ? ആദ്യ കാഴ്ച എനിക്ക് തോന്നുന്നു വയനാട് ഒരു പ്രോഗ്രാമിനാണെന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കാണുന്നത്. നാദിർഷോയ്ക്ക് മണിനാഥത്തിന് പോകുമ്പം അടുത്ത് കാണുന്നത്. മണിച്ചേട്ടൻ ഇഷ്ടംപോലെ കലാഭവനിൽ വന്നു പോകുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ വീഡിയോ കാസറ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ നാട് വിട്ട് കലാഭവനിലേക്ക് എത്തിയത്. അപ്പോൾ അബലച്ചനെ കാണാനൊക്കെ വന്നു പോയതൊക്കെ ഞാൻ കാണുന്നുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ കലാഭവനിൽ അച്ഛൻ്റെ കൂടെയാണ്. അപ്പോൾ കലാഭവൻ്റെ ഫ്രണ്ടിൽ ടൗൺ ഹാളിൻ്റെ മതിലേ കൊണ്ടുവന്നിട്ട് ഈ പോസ്റ്റർ ഒട്ടിക്കും. അപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതാണ് ഞാൻ എപ്പോഴും പോയി നിൽക്കുക. രാത്രിയിൽ അവർ സൈക്കിളെ വന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്നത്. മൈമൂണിലാണ് പടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പം ഞാൻ ഇങ്ങനെ നോക്കി വയ്ക്കും. ഈ പോസ്റ്റർ സിനിമയാണല്ലോ നമ്മുടെ മനസ്സ് വീഴും. അപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നവരുടെ കൂടെ ഞാൻ അങ്ങ് മുതൽ ഇങ്ങ് വരെ നടക്കും, ഓരോ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നടന്ന സമയത്ത് അച്ഛൻ രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോൾ നടക്കാൻ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് കൊടുത്തിട്ട് താഴെ ഇങ്ങനെ നിൽക്കുമ്പം അപ്പോൾ അച്ഛൻ ഇങ്ങനെ പോസ്റ്ററൊക്കെ പോയി നോക്കും ഇങ്ങനെ. അതായത് കലാഭവനിൽ ഏതെങ്കിലും പിള്ളേരിൻ്റെ അകത്തുണ്ടോ എന്ന് അച്ഛൻ അറിയേണ്ടത്. അച്ഛന് അങ്ങനെ വേറെ ഫോണും കാര്യങ്ങളൊന്നുമില്ല, ലാൻഡ് ഫോണും കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ സിനിമ ഇറങ്ങിയൊന്നും അച്ഛൻ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയപ്പം അച്ഛൻ ഇതാരാ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു അച്ഛാ ഇത് മണിച്ചേട്ടനാണ്, കലാഭവൻ മണിച്ചേട്ടനാണിത്. മണിയുടെയാണോ ഇത്? അങ്ങനെ റിലീസ് ചെയ്ത വാസന്തി ലക്ഷ്മി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് ഷോയ്ക്ക് ഞാനും അച്ഛനും കൂടെ നടന്ന് കലാഭവൻ്റെ കയ്യിൽ ഇറങ്ങി ആരും അറിയാണ്ട് മൈമൂൺ തിയേറ്ററിൽ പോയിട്ട്, അന്ന് ലുലുവിലാണ് പടം ഓടുന്നത്, ലുലു പോയിട്ട് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞ സിനിമ പുറകിലിരുന്ന് അച്ഛൻ അവിടെ ഞങ്ങൾ എന്നിട്ട് പോയി ഓഫീസിൽ പോയി ടിക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇരുന്ന് കണ്ടു. അച്ഛനത് അത്രയും ഒരു എന്താ പറയുക, കലാഭവനിൽ ഒരാൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നതുള്ള ഇതാണ്. അപ്പം അന്ന് ഈ വാസന്തി ലക്ഷ്മിയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ടാണ് മണിച്ചേട്ടൻ പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മണിച്ചേട്ടനെ ജസ്റ്റ് ഒന്ന് കണ്ടു. നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ ഇവരെ കാണണം എന്നുള്ളത്. അപ്പോൾ അടുത്ത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നാദിർഷക്കയുടെ കൂടെ കൂടിയതിന് ശേഷമാണ് നേരിട്ട് ഇത്ര അടുത്ത് കണ്ട് സംസാരിക്കുകയും ബന്ധങ്ങൾ കൂടുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനൊക്കെ തുടങ്ങുകയും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായത്. അങ്ങനെയാണ് മണിച്ചേട്ടൻ ആദ്യമായിട്ട് കലാഭവനിൽ വെച്ചിട്ട് സിനിമാ നടനായതിനു ശേഷമാണ്, മണിച്ചേട്ടൻ സിനിമാ നടനായതിനു ശേഷമാണ് ഞാൻ. ഈ മണിച്ചേട്ടൻ്റെ ഈ ഡ്യൂപ്പുകളുടെ ഒരു കാര്യമുണ്ടല്ലോ, അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ ശരീരം ഉൾപ്പെടെ അനുകരിച്ച് ചെയ്യുന്നത്, ഇവരെ കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻ എന്താ? അതിൽ പെർഫെക്റ്റ് ഒത്തിരി ഡ്യൂപ്പുകളുണ്ട്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് പലരും വിളിച്ച് അവരങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചു അല്ലെങ്കിൽ മോശമായിട്ട് കാണിച്ചു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മണിച്ചേട്ടന് ഇഷ്ടമായിരുന്നു അവർ. കാരണം ചാലക്കുടി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മണിച്ചേട്ടൻ നടത്തിയപ്പം അതിൻ്റെ അകത്ത് മണിച്ചേട്ടൻ ചെയ്ത ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടനടക്കം 10 പേര്, ഒറിജിനൽ കലാഭവൻ മണിമാർ 10 പേര് മണിച്ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു, എടാ 9 ഡ്യൂപ്പുകളെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എല്ലാവർക്കും മെസ്സേജ്, അറിയാവുന്ന മിമിക്രിക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് എല്ലാവരോടും അറിയാവുന്നൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അങ്ങനെ 9 പേരെ നമ്മൾ കണ്ടുപിടിച്ചു. ഒരേപോലത്തെ കോസ്റ്റ്യൂം മേടിച്ചിട്ട് 9 പേരെയും നമ്മൾ ഓഡിയൻസിലിരുത്തി. മണിച്ചേട്ടൻ ഓഡിയൻസിലിരുന്നു. അന്ന് മണിച്ചേട്ടൻ ഏതൊരു പടത്തിന് വേണ്ടി മുട്ട അടിച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് മണിച്ചേട്ടൻ മുട്ട, ബാക്കി എല്ലാവരും മണിച്ചേട്ടൻ്റെ ഫിഗർ തന്നെ വരാൻ പറഞ്ഞു. ഈ 9 പേരെ സ്പോട്ട് ലൈറ്റ് ഇട്ട് നമ്മൾ ഓരോരുത്തർ ഓരോ വരിയ 4 പേര് വെച്ച് പാടും ഓരോ പാട്ടിൻ്റെ. കലാഭവൻ മണി വേദിയിൽ ഞാൻ ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ കലാഭവൻ മണി വേദിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് മറ്റേ ഒടപ്പഴം പോലൊരു അവിടെ ഒരു സ്പോട്ട് ലൈറ്റ്. അപ്പോൾ ആൾക്കാർ ഞെട്ടി, കയ്യടി ഇവിടെ അങ്ങനെ 9 പേര് കഴിഞ്ഞിട്ട് ഒറിജിനൽ ആൾ പുറകിൽ നിന്ന് കയറി വരും. അങ്ങനെ 9 പേരും 10 പേരെ നിരത്തി നിർത്തിയിട്ടൊരു പരിപാടി ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മണിച്ചേട്ടന് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഞെട്ടിപ്പോയത് രഞ്ജു ചാലക്കുടിയുടെ പെർഫോമൻസ്. ഈ നാദിർ ഷോയിൽ ഞാൻ രഞ്ജു ചാലക്കുടിനെ ആദ്യം കാണുന്നത് നാദിർ ഷോയിൽ നാദിർഷൊക്കെ വിളിച്ചിട്ട് വന്നിട്ടാണ്. മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രോഗ്രാമൊക്കെ നിന്ന് കഴിഞ്ഞ 2016 ഒക്കെ ആയപ്പോഴത്തേനും നാദിർ ഷോ തുടങ്ങിയ സമയത്ത്, നാദിർ ഷോ നടക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ ഡ്യൂപ്പിനെ ഈ നാദിർഷയ്ക്ക് ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാലൻ്റ്, ഭയങ്കര ടാലൻ്റ്. അവൻ ഇന്ന ഇതിൽ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ രഞ്ജു ചാലക്കുടീനെ ഒരു ദിവസം, രഞ്ജു എവിടെയൊക്കെയോ പാടി നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് മണിച്ചേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പം പാടിയിലേക്ക് ചെല്ലുമ്പോൾ രഞ്ജു ഒന്ന് പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് അത്ര ഇത് തോന്നിയില്ല, കാരണം മണിച്ചേട്ടൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രഞ്ജു വന്നപ്പം രഞ്ജു ഡിറ്റോ മണിച്ചേട്ടൻ തിരിഞ്ഞു നിന്ന് വന്ന് ലൈറ്റ് തെളിയുമ്പോൾ മണിച്ചേട്ടൻ നമുക്ക് ഫീൽ ചെയ്യാം. അതെല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അങ്ങനെ കണ്ടപ്പം അതിലെനിക്ക് ഏറ്റവും ഒരു മനസ്സിൽ തട്ടിയ ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്നത് രഞ്ജു ചാലക്കുടിയാണ്. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും വോയിസാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ചിലർ ഫിഗർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ വോയിസും ഫിഗറും ഒക്കെ വന്ന് നിൽക്കുന്ന രഞ്ജുവിന് തന്നെയാണ്. അത് ചാലക്കുടിയിൽ തന്നെയുള്ള ഒരാളാണ്. അതുകൊണ്ട് പലരും അത് ചിലർ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം തോന്നി, എന്തിനാ കളിയാക്കുന്നത്, അവർക്കല്ലാതെ നല്ല രീതിയിൽ പാടിക്കൂടെ. അനുകരിച്ച് പാടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. മണിച്ചേട്ടൻ ചെയ്തു വെച്ചത് ഇവർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അല്ലാതെ ഞാൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞ് പാടിയിട്ട്, ഇപ്പോൾ അജീഷ് കോട്ടയൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ അജീഷ് ഏട്ടനൊക്കെ പാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകരിച്ച് വോയിസ് ഇമിറ്റേറ്റ് ചെയ്തും അല്ലെങ്കിൽ ഫിഗർ അനുകരിച്ചും അല്ല പാടുന്നത്, അവർ ഡയറക്റ്റ് അങ്ങ് പാടുകയാണ്. അപ്പോൾ അങ്ങനെ പാടുമ്പം ആൾക്കാർക്കും ഇഷ്ടമാണ്, വേറെ പ്രശ്നങ്ങളും ഇല്ല. ഈ അനുകരിച്ചത് കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരും, അത്ര ഒരു ഇതേ ഉള്ളൂ. അതിനോട് വേറെ പ്രശ്നമില്ല. പക്ഷെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. ഈ കലാഭവൻ മണിയുടെ അദ്ദേഹത്തിൻ്റെ വിടവിന് ശേഷം അദ്ദേഹവുമായിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടാകുന്നു സ്ഥാപിക്കുന്ന ചില ആളുകളുടെയൊക്കെ അഭിമുഖങ്ങളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ആ 17-18 കാലഘട്ടമായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അതിൽ ഒരു വലിയ വിഭാഗമെങ്കിലും ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടില്ലേ? പിന്നെ ഞങ്ങൾ ആ കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ. നമുക്കറിയാമല്ലോ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചുരുങ്ങിയ സുഹൃത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ. മണിച്ചേട്ടനെ സംബന്ധിച്ച് എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. ആര് വന്ന് ചോദിച്ചാലും വിഷ്ണു എന്ന് കഴിഞ്ഞാൽ മോനെ വാടാ ഒരു തോളൊക്കെ ആയിട്ട് അത് മതി, പിറ്റേ ദിവസം മണിച്ചേട്ടൻ്റെ സുഹൃത്താണ് അവൻ. എന്നെ ഒരു പറഞ്ഞാൽ ഞാൻ മണിച്ചേട്ടൻ്റെ ഇതാട്ടോ അങ്ങനെ നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഫേക്ക് ഒത്തിരി ഉണ്ട്. നമ്മൾ പിന്നെ അതിന് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. ഫേക്ക് അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, നമ്മളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥ ആൾക്കാരും ഫേക്കും ഒക്കെ ഒത്തിരി ഉണ്ട്. അവരതുകൊണ്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ. മണിച്ചേട്ടൻ ഏറ്റവും വലിയ മറ്റുള്ളവർക്ക് സഹായം ചെയ്യായിരുന്നു, ജീവിക്കട്ടെ. വേദന തോന്നിയിട്ടുണ്ടോ എന്ന് പറയണ മറ്റൊരു കാര്യം എനിക്ക്
ഈ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്ലിപ്പ് ആരെങ്കിലും ഷെയർ ചെയ്യും. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരും. അതിൽ പ്രധാനി വലിയൊരു മനുഷ്യനായിരുന്നു, സുഹൃത്തുക്കൾ നശിപ്പിച്ചു, കൂടെ ഉണ്ടായിരുന്നവർ കൊണ്ടുപോയി ഇല്ലാതാക്കിയതാണ് ഈ വലിയ കലാകാരനെ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ്. ഈ കൂടെ ഉണ്ടായിരുന്നവർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് നാദൃഷയ്ക്കയും ചേട്ടനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഈ കമൻറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ വായിക്കുമല്ലോ, സത്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തായിരുന്നു അത് ആ മനുഷ്യനായിട്ട് ഉണ്ടായിരുന്ന ഇൻവോൾവ്മെൻറ്റ്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നവർ കൊണ്ടുപോയി നശിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ പണമൊക്കെ അപഹരിച്ച് നിങ്ങൾ അദ്ദേഹത്തെ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വേദന ഉണ്ടാക്കില്ലേ? ഒത്തിരി വേദന ഉണ്ടാക്കും. അത് വേദന ഉണ്ടാക്കുന്നു. കാരണം ഇവർ ഇത് അറിയാതെയാണ് സംസാരിക്കുന്നത്. അവനൊരു ലൈക്കോ ഒരു ഷെയറോ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ് ഇതൊക്കെ. പക്ഷെ അവൻ മറ്റുള്ളവരുടെ വേദന അറിയാണ്ടിടുന്നതാണ്. യഥാർത്ഥ കാര്യം എന്നെ ഈ മരിച്ച സമയത്ത് കേസും കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഓൺലൈൻ ചാനലിൽ നിന്ന് വിളിച്ച് ഞാൻ പൈസ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് എനിക്കെതിരെ കേസ് വന്നത്. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചു കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ അവർക്ക് നല്ല മറുപടി കൊടുത്ത്, അത് ചാനലാതെന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ അത്ര നല്ല മറുപടി കൊടുത്ത് ആ പുള്ളി പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എന്തിനായിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് എഴുതാനും നിൽക്കുന്നത്, നിങ്ങൾ കാര്യം അറിയേണ്ട എഴുതിയിട്ട് കാര്യമുണ്ടോ, യഥാർത്ഥ ഇപ്പം നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല ചേട്ടാ, അത് നേരത്തെ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടി, സന്തോഷമായില്ലേ. പക്ഷെ നമ്മളനുഭവിച്ചൊരു മാനസിക വേദന, നമുക്കും ഫാമിലിയും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ്റെ കൂടെ മണിച്ചേട്ടന് വേണ്ടി ജീവിച്ച കുറച്ച് ഫാമിലി ഉണ്ട്. അവരുടെ ഒരു അവസ്ഥകളാരും അറിഞ്ഞില്ലല്ലോ. സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. നമുക്കത് പറയേണ്ട കാര്യമുള്ളൂ. എന്തായാലും ദൈവത്തിനറിയാം എന്താണെന്നും നമ്മൾ പോലീസുകാർക്കോ അല്ലെങ്കിൽ എല്ലാവരും കേസ് അന്വേഷിച്ചവർക്കും ഒക്കെ അറിയാം എന്തായിരുന്നു. പിന്നെ നമ്മളതിന് ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർ ഓരോരുത്തർ എഴുതി വിടുന്നതും അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നതും എന്നുള്ളത് നമുക്കിപ്പോൾ പ്രശ്നമില്ല. അന്നേരം ആ കുറച്ച് സമയം നമുക്ക് വേദനയായിരുന്നു. കാരണം മണിച്ചേട്ടൻ ലാസ്റ്റ് സമയത്തൊക്കെ പറയുമായിരുന്നു ഞങ്ങളോട്, പാടിയിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത്, ഞാൻ ഇല്ലാതാകുമ്പോൾ നീയൊക്കെ ഇതിൻ്റെ വില അറിയും. ഇപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കി നടന്നോ, എൻ്റെ വിലയ്ക്ക് വാക്കിന് വിലയൊന്നും വെക്കണ്ട, ഞാൻ ഇല്ലാതാകുമ്പോൾ നീയൊക്കെ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്, ശരിക്കും അനുഭവിച്ചു. എനിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന, അപ്പോൾ അവരൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു ബെൻ 100 എന്ന പേരിൽ. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലും കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ആ വാഹനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ജിൻഡോന് അറിയുമോ? എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. മണിച്ചേട്ടൻ ഉള്ള സമയത്ത് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രളയം വന്ന് കുറേ മിസ്സായിപ്പോയി. പിന്നെ അത് ഇടയ്ക്ക് പറവൂര് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനറിയാവുന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് വിറ്റ വണ്ടികളാണെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം, പ്രളയം വന്നതിന് ശേഷം അത് വെള്ളത്തിൽ മുങ്ങിപ്പോയതെല്ലാം. അപ്പോൾ 2 നിലയുടെ മുകളിൽ വെള്ളം കയറിയായിരുന്നല്ലോ, ചാലക്കുടിയൊക്കെ മൊത്തം മുങ്ങിയായിരുന്നല്ലോ. അപ്പം അന്നേരം ഇത് മുങ്ങിയ സമയത്ത് അത് ആരോ വില കുറച്ച് തന്നെ മേടിച്ച്, വണ്ടി മണിച്ചേട്ടൻ്റെ ആയതുകൊണ്ടും ജാഗ്വാറും പജീറോയും പിന്നെ എനിക്ക് തോന്നുന്നു ഏതൊക്കെ വണ്ടികൾ ഉണ്ടായിരുന്നു, സ്കോർപ്പിയോ ഉണ്ടായിരുന്നു. അങ്ങനെ 1 വണ്ടിയുടെ സ്കോർപ്പിയോ വിറ്റായിരുന്നു അവള്. അത് സ്കോർപ്പിയോ കൊടുത്തിട്ടാണ് പിന്നെ പജീറോയും പിന്നെ വീട്ടിൽ 1-2 വണ്ടിയും പിന്നെ ജാഗ്വാറും ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആൾക്കാർ മേടിച്ചു, സ്നേഹം കൊണ്ട് മേടിച്ച്. അത് അവർ റെഡിയാക്കി ആ നമ്പറും കീപ്പ് ചെയ്ത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ബെൻ 100 തന്നെ എഴുതിയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് യൂട്യൂബിൽ തന്നെ കണ്ടത്. അതൊക്കെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം അങ്ങനെ അന്വേഷിക്കാറില്ല, നോക്കാറില്ല. ഇപ്പോൾ അവതാരകനായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോഴും സ്റ്റേജിലും ബാക്കിയുള്ള ഇവൻസിലൊക്കെ ആക്റ്റീവാണല്ലോ. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബലം, അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹം നേരിട്ടിരുന്നൊരു വിധം, സൗഹാർദ്ദപരമായിട്ടാണെങ്കിലും ഇനിയിപ്പോൾ കായികമായിട്ടാണെങ്കിലും അങ്ങനെയും ആ ഒരു അത്രയും ബലം ഉണ്ടായിരുന്ന ഒരു സംഘാടകനെ ജിൻഡോ ഇപ്പോൾ മിസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം മണിനാഥൻ എന്ന് പറഞ്ഞ ഷോയുടെ ഒരു ശക്തി അവർ രണ്ടുമായിരുന്നു. അപ്പം നാദിർ ഷോ എന്ന് പറയുന്നതിൽ നാദിർഷയ്ക്കാണ് ശക്തി എന്ന് പറയുന്ന പോലെ മണിച്ചേട്ടൻ വരുന്ന സമയത്ത് ആ മണിച്ചേട്ടൻ ഇങ്ങനെ എത്തി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല, പിന്നെ ആള് നോക്കിക്കോളും, നമുക്കൊക്കെ റെസ്റ്റാണ്. അത് ഒരു സംഘാടകൻ എന്നല്ല, പുള്ളി എല്ലാത്തിലും പുള്ളി ഓൾ ഇൻ ഓൾ ആയിരുന്നു. പുള്ളി എന്തും പുള്ളി ചെയ്തോളും. അത് മറ്റേ ആ ഒരു മൈക്ക് സ്റ്റാൻഡ് എടുത്തു വയ്ക്കുന്ന പുള്ളി എടുത്തു വയ്ക്കും. ആ സ്റ്റാർ, ഞാൻ സിനിമ നടനാണ്, ഞാൻ ആക്ടറാണ്, ഞാൻ മറ്റേ ഇതാണെന്നൊന്നും ഒരു ചിന്തയില്ല. എങ്ങനെയാണോ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ താമസിക്കുകയാണെങ്കിലും മണിച്ചേട്ടന് സൂട്ട് റൂം ആയിരിക്കും. അപ്പോൾ ഈ സൂട്ട് റൂമിൽ എല്ലാവർക്കും റൂമുണ്ടാവും, പക്ഷെ ആരും അവിടെ കിടത്തൂല. എല്ലാവരും മണിച്ചേട്ടൻ റൂമിലേക്ക് കൊണ്ടിരുന്നു. മണിച്ചേട്ടൻ തറയിൽ കിടക്കും, ഞങ്ങളെല്ലാം കട്ടിലേലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. മണിച്ചേട്ടൻ എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവണം, ആ സ്നേഹം. അതിൽ ഞാൻ സ്റ്റാറാണ്, താഴെ കിടക്കുക, ആ പരിപാടി ഒന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുമല്ലോ, ഞങ്ങൾ പല സ്ഥലത്തും പ്രോഗ്രാമിന് പോകുമ്പം വലിയ റൂമായിരിക്കും, സൂട്ട് റൂമായിരിക്കും, പക്ഷേ എങ്കിൽ മണിച്ചേട്ടൻ താഴെ കിടന്നുറങ്ങുള്ളൂ. മണിച്ചേട്ടൻ ആ പഴയ കാലത്ത് പണ്ട് നിലത്ത് കിടന്നുറങ്ങിയ ശീലം പുള്ളി കട്ടിലെ കിടക്കില്ല. ചിലപ്പോൾ കട്ടിലെ കിടക്കും, ചിലപ്പം ഫുൾ ടൈം ഞങ്ങൾക്ക് അത് നിങ്ങളവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട്
എന്നിട്ട് ആൾ നിലത്തിടന്നുറങ്ങും. അതാരോടും പറയേണ്ട കാര്യമില്ല, കാരണം ആളുടെ കൂടെ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് എന്തായിരുന്നു മണിച്ചേട്ടൻ. കലാഭവൻ ജിൻഡോൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സീരീസ് ഓഫ് ഇവൻ്റാണ് ജിൻഡോൻ്റെ കല്യാണവും മണിച്ചേട്ടൻ്റെ വരവും ആ നാട്ടിലേക്ക്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട് ചെമ്പുകടവ് എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്, ഒരു ഗ്രാമമാണ്. കോഴിക്കോട് 50 കിലോമീറ്റർ പോകണം. കോഴിക്കോട് 15 കിലോമീറ്റർ. അപ്പോൾ ഗ്രാമമാണ്. ഞാനപ്പം മണിച്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം മണിവിലുക്കം എന്ന് പറഞ്ഞ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത്, കല്യാണം നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് പെണ്ണ് കിട്ടാറില്ല, അപ്പം എങ്ങനെയൊക്കെയോ ഒരു പെണ്ണ് കിട്ടി. അപ്പോൾ കല്യാണം നടത്താനുള്ള ഇതിൽ ഇങ്ങനെ നടക്കുന്ന, അപ്പം മണിച്ചേട്ടൻ്റെ കൂടെ നടക്കുന്ന സമയം, അപ്പം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, നമ്മൾ ആ ഫീൽഡ് ഇതാണല്ലോ. മണിച്ചേട്ടൻ പറഞ്ഞു, എടാ നീ പരിപാടി പിടിച്ചിട്ട് നീ അഡ്വാൻസ് എടുത്ത് കല്യാണം നടത്ത്, എന്നിട്ട് പിന്നെ ഷോ ആകുമ്പോൾ നീ തിരിച്ച് സെറ്റിൽ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം നടത്താനുള്ള ഇതൊക്കെ ആയി, എല്ലാം ഫിക്സായി. കണ്ണൂർ ആലക്കോട് പരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു കുട്ടിയാണ്, ജോസ്ന എന്ന പേര്. അപ്പോൾ കല്യാണമൊക്കെ ഫിക്സായി, എല്ലാം കഴിഞ്ഞ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് എറണാകുളത്ത് നിന്ന് എല്ലാവരും എൻ്റെ നാട്ടിലേക്ക് വരൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് എല്ലാവരും വിളിക്കണമല്ലോ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹമുള്ളൂ, സിനിമയിലുള്ളവരും നമ്മുടെ കൂട്ടുകാരും മിക്രിക്കാരും എല്ലാവരും വിളിക്കും, പാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. ഈ ഫീൽഡ് ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ എറണാകുളത്തൊരു ഫംഗ്ഷൻ വയ്ക്കാം, നാട്ടിലൊരു ഫംഗ്ഷൻ വയ്ക്കാം. നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ള ചെറിയൊരു പരിപാടി, കല്യാണം അവിടെ നടത്തുന്നു, തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം ഇവിടെ എറണാകുളത്തൊരു സ്ഥലത്തെവിടെയും കല്യാണം നടത്താം. അപ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞു, എറണാകുളത്ത് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വരണമെന്നില്ല. ഇവരെല്ലാവരും കൂടെ ഒരു കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ വന്ന് അവിടെ അത്ര ക്രൗഡായിരിക്കും. അങ്ങനത്തെ ഒരു നാടാണ് അത്. കാരണം സിനിമാക്കാരെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ടില്ലാത്തൊരു നാട്, ഗ്രാമമാണ്. അവിടെ ആകെ ഒരു സെലിബ്രിറ്റി ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നാടാണ്. അപ്പം ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ വരണ്ട, ഇവിടെ വന്നാൽ മതി, എറണാകുളത്തുണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, ഞാൻ പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഒരു 3 ദിവസം മുമ്പ് പോയി, 3-4 ദിവസം മുമ്പ് പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ ഈ മണിച്ചേട്ടൻ്റെ കൂടെയുള്ള മറ്റേ കുണ്ട്രു എന്ന് ഞങ്ങളെ വിളിക്കുന്നതാണ്, കുണ്ട്രു. അപ്പോൾ ജോബിച്ചേട്ടൻ അന്ന് സർജറി കഴിഞ്ഞിട്ടിരിക്കുക, മാനേജർ ജോബിച്ചേട്ടൻ. അപ്പം ജോബിച്ചേട്ടനെ വിളിച്ചപ്പോൾ ഇവിടെ പോരില്ല എന്ന് എനിക്ക് തോന്നുന്നു, വരുമോ? ഞാൻ ജോബിച്ചേട്ടാ വരുമോ? വരരുത് കേട്ടോ, വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കൈ നിൽക്കില്ല. ഇല്ലടാ വരില്ലടാ, അവൻ വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുണ്ട്രുവിനെ വിളിക്കുന്നുണ്ട്. കുണ്ട്രു അരുൺ എന്നവൻ്റെ പേരെട്ടോ. കുണ്ട്രു നിങ്ങൾ വരുന്നില്ലല്ലോ ഉറപ്പല്ലേ? ഇല്ല ഭായി, ഞങ്ങൾ വരില്ല പോകണ്ടെന്ന് മണിച്ചേട്ടൻ പറഞ്ഞ്, വരില്ല പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കല്യാണ തലേദിവസമായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന അജിത്തും അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പാട്ടുകാരെല്ലാവരും കൂടെ അവിടെ വന്നു. നാട്ടിലേക്ക് അവർ തലേദിവസം എത്തി, എൻ്റെ കൂടെ ഉള്ളവരും. ഞാൻ വന്ന സമയത്ത് എറണാകുളത്ത് താമസിച്ച ഞങ്ങളുടെ പനമ്പള്ളിയുള്ള അച്ചായൻ, വിജയേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്, ദീപക്കേട്ടൻ, പ്രദീപേട്ടൻ, അരുൺ, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്, റജി നാരായണൻ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരെല്ലാം തലേദിവസം വന്നു. അപ്പം പാട്ടും ചെറിയ പരിപാടി. അപ്പം ഞാൻ ചെറിയ സൗണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കലാകാരൻ്റെ ഇതല്ല, അപ്പം നമ്മുടെ ആൾക്കാർക്ക് പാടട്ടെ എന്നൊക്കെ ഓർത്ത്. അപ്പം ഞാൻ തലേദിവസം ഞങ്ങൾക്ക് എല്ലിങ്കപ്പ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ക്രിസ്ത്യാനികൾക്ക്. അപ്പോൾ കപ്പ ബിരിയാണി ഒക്കെ സെറ്റാക്കാനുള്ള പരിപാടിയൊക്കെ ആക്കി. അപ്പോഴും എനിക്ക് ടെൻഷനുണ്ട്, ഈ പുള്ളിയുടെ സ്വഭാവം എനിക്കറിയാലോ മണിച്ചേട്ടനെ, വരില്ല എന്നാലും വരില്ലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആയപ്പം കുറച്ച് കഴിയുമ്പോൾ ഇവരാരും ഫോൺ എടുക്കുന്നില്ല. ഈ മണിച്ചേട്ടൻ്റെ കൂടെ ഉള്ള ഒരാളും, മണിച്ചേട്ടൻ സ്വിച്ച് ഓഫ്, മണിച്ചേട്ടൻ്റെ കൂടെ ഉള്ള ഒരാളും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം, ഇവർ സ്വിച്ച് ഓഫ് ചെയ്യാൻ വഴിയില്ലല്ലോ. ഞാൻ രാവിലെ വരെ സംസാരിച്ച ജോബിച്ചേട്ടൻ പറഞ്ഞു, എടാ എനിക്കറിയില്ല, ചാലക്കുടിയിൽ നിന്ന് എന്തായാലും ആൾ ഷൂട്ടാൻ എന്തൊക്കെയായിട്ട് പോയിട്ടുണ്ട് ഇവിടെ. ജോബിച്ചേട്ടൻ റെസ്റ്റ് ആയതുകൊണ്ട് അറിയത്തില്ല. എനിക്ക് സംശയം കുടുങ്ങി, ദൈവം ഇവരൊരാൾ ഫോണും എടുക്കുന്നില്ല, പോന്ന് കാണുമോ, എനിക്കിങ്ങനെ ടെൻഷനാണ്. ഒരു 7 മണിയൊക്കെ ആയപ്പം അടിവാരത്തുനിന്ന് കുറേ ബൈക്കുകൾ വീട്ടിലേക്ക്, എനിക്കറിയില്ലാത്ത കുറേ പേര്, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മുന്നിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ ഏതാണ്? അപ്പോൾ ഞാൻ എന്താ നിങ്ങൾ കലാഭവൻ മണി വരുന്നുണ്ട് താഴെന്ന്. മണിച്ചേട്ടനാ? ആ കലാഭവൻ മണി വരുന്നുണ്ട്. ഒരു ബറ്റാലിയൻ പിള്ളേർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി സ്കൂട്ടർ ബൈക്ക് എടുത്ത് ഇതിൻ്റെ പുറകെ വന്നേക്കാണ്. ഇവർ വന്ന് ട്രാവലറിലാണ്. ഈ ട്രാവലർ എൻ്റെ അങ്ങോട്ട് കയറില്ല, അങ്ങാടി വന്ന് ഇറങ്ങിയിട്ട് ജീപ്പ് വിളിച്ചിട്ട് ഈ ജീപ്പേൽ മണിച്ചേട്ടൻ മുട്ടയടിച്ചേക്കുക, ഇങ്ങനെ തൂങ്ങി പിടിച്ചിങ്ങനെ വരികയാണ്. ഇവരെല്ലാവരും എൻ്റെ കണ്ണീരും വരുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ മലയാണ് ഞങ്ങളുടെ അങ്ങോട്ട്, ഇങ്ങനെ കയറി ബൈക്ക് മുന്നിൽ വരുന്നു. മണിച്ചേട്ടൻ മന്ത്രിമാരെ കൊണ്ടിരുന്ന പോലെ പുറകിലും ക്രൗഡ്, മുന്നിലും ക്രൗഡ്. മണിച്ചേട്ടൻ ഇങ്ങനെ ജീപ്പേ തൂങ്ങി പിടിച്ച് ഇങ്ങനെ വരികയാണ്. എൻ്റെ പൊന്നെ, എൻ്റെ കിളി പോയി. അത് ഞാൻ ഒരു അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടില്ല. ഇതിനെവിടെ മണിച്ചേട്ടൻ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് കിലുകില സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടല്ലോ മണിച്ചേട്ടൻ വരണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ വരണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഈ മനുഷ്യൻ ദൈവമേ, ഇവരെല്ലാവരും ചാലക്കുടിയിൽ നിന്ന് ഒരു ട്രാവലർ നിറച്ച് ഒരു 10-14 പേര് ഈ ജീപ്പേ തൂങ്ങി അങ്ങാടിയിൽ നിന്ന് വന്നേക്കാണ്. അങ്ങാടി മുഴുവൻ ഇവരുടെ പുറകെ. ഞങ്ങളൊരു 10-25 പേരുണ്ടായിരുന്ന വീട്
ഒരു 10-300 പേര്. എനിക്ക് അത് ചെറിയൊരു വീട്, ഒരു ഓടിട്ട വീടാണ്. അപ്പം ഞാനല്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പത്തേനും പിന്നെ മണിച്ചേട്ടൻ വന്നു, ക്രൗഡായി, ഭയങ്കര പ്രശ്നമായി. അതിപ്പോൾ ഞാൻ എല്ലാവരും മൈക്ക് ഇതുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരും നിങ്ങൾ ഇരിക്കുക, മണിച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കില്ലേ, മണിച്ചേട്ടൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മണിച്ചേട്ടൻ വീട്ടിൽ പോയി അകത്തേക്ക് കയറി മമ്മിയായിട്ട് സംസാരിച്ച് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കണം, അപ്പോൾ വേണ്ട പിന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പാട്ട് തുടങ്ങി, ഗാനമേള തുടങ്ങി. മണിച്ചേട്ടൻ്റെ ഗാനമേള. ഞാനിങ്ങനെ എന്ത് ചെയ്യണം തരത്തില്ല. അപ്പം ഭയങ്കര ക്രൗഡും എല്ലാം കഴിഞ്ഞൊരു 9-10 മണി വരെ മണിച്ചേട്ടൻ വീട്ടിൽ നിന്ന് അടിച്ചങ്ങോട്ട് പൊളിച്ച് പരിപാടി നടത്തി. ഗാനമേള കുറേ പാട്ടൊക്കെ പാടി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പം ഞാൻ ആ സമയം കൊണ്ട് കോടഞ്ചേരിയിൽ ഒരു ഹോട്ടലുണ്ട്, ആകെ ഒരു ഹോട്ടലുള്ള അവിടെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തുഷാര എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഞാൻ അവിടെ വിളിച്ചിട്ട് അവിടുത്തെ ഒരു മാനേജർ, നമ്മുടെ ചെമ്പോഴിലുള്ള ഒരു പുള്ളി മോഹൻ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, പുള്ളീനെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി അവിടെ ഒരു 3-4 റൂം അങ്ങോട്ട്, ഞാൻ പറഞ്ഞു റൂം നോക്കി ബാക്കിയൊക്കെ വരുന്നിടത്ത് വേണം, ചേട്ടൻ എന്തായാലും ഇനി പോകില്ല, റൂം നോക്കി ഞാൻ പോകണില്ല, കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ റൂം ബുക്ക് ചെയ്തു. അവിടെ എന്താ ഭാഗത്തും റൂമും ഉണ്ടായി. അവിടെ പിന്നെ വേറെ താമസക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ റൂം ബുക്ക് ചെയ്തു. ആ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മണിച്ചണ്ണി ഷോ തീരുന്നതിന് പറഞ്ഞു, അപ്പോൾ നമുക്ക് നാളെ കല്യാണത്തിന് കാണാട്ടാ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, കല്യാണത്തിന് കാണാമെന്ന് പറഞ്ഞ് അത് ഈ ചെവിക്കൂടെ കേട്ട് നമ്മളങ്ങ് വിട്ടു. അങ്ങനെ പിറ്റേ അപ്പം ഞാൻ വയനാട്ടിലുള്ള അബൂഖാനെയും കോഴിക്കോട് നിന്ന് സുധീഷേട്ടനെയും ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മണിച്ചേട്ടൻ വന്നതോടുകൂടി ഇവരെല്ലാവരും വരാൻ തുടങ്ങി. ഇവരെ പിന്നെ എറണാകുളത്ത് വരാമെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ കുറച്ച് പേര്, ആ നാട്ടിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി, കുർബാന പിറ്റേ ദിവസമായി. രാവിലെ മണിച്ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തു, എല്ലാം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ കല്യാണത്തിന് വേണ്ടി പള്ളിയിൽ കയറുമ്പം എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എനിക്ക് കാണാന്മാരെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഭയങ്കര പ്രശ്നം. എനിക്കിതിന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അത് താഴെ അവിടെ എന്താ ഓഡിറ്റോറിയത്തിൽ എന്താ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഒന്നുമില്ല, കാര്യം നടക്കണം. ഇവർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഞാൻ 300 പേരെയാണ് ആകെ ക്ഷണിച്ചേക്കുന്നത്, അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും എല്ലാം കൂടെ. നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ 250 അത് 300 ആക്കി. പിന്നെ ഈ കുക്ക് നമ്മുടെ നമുക്കൊരു കസിൻ ആയതുകൊണ്ട് പുള്ളി 350 പേർക്കുള്ള ഭക്ഷണമാക്കി. അങ്ങനെ ഈ കെട്ട് കഴിയുന്നതും ഞാൻ ഇതൊന്നും അല്ല നോക്കുന്നത്, എന്താണ് പ്രശ്നം, കാര്യം പറയുന്നത് ഒന്നുമില്ല, താഴെ നിൽക്കാൻ സ്ഥലമില്ല. ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് മുഴുവൻ ഒരു മെഗാ ഷോയുടെ ആൾക്കാർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി നാട് മുഴുവൻ ഇളകിയേക്കുക. കലാഭവൻ മണി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അബൂ സലീം ക, അങ്ങനെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ മുഴുവൻ കുറേ പേര്. അങ്ങനെ അപ്പം ഞാൻ അവിടെ ഒരു പ്രോഗ്രാം ചെറുതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണ ഫംഗ്ഷനിൽ 2 പാട്ടൊക്കെ പാടിട്ടാണ് ഓർത്തത്. ഞാൻ കെട്ട് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പം ഈ ക്രൗഡില്ലേ, നമ്മൾ ഈ ഗസ്റ്റിനെ കാണാൻ വേണ്ടി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ അപ്പുറ സൈഡിൽ ഇപ്പുറ സൈഡിൽ ആൾ നിൽക്കില്ലേ, അവർ നമ്മൾ വിളിച്ച ആൾക്കാർ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബസ് നിറച്ച ആൾക്കാർ, ഈ നാട്ടുകാരും ഇങ്ങനെ നിൽക്കുകയാണ്. 1000-ത്തിനപ്പുറത്ത് ആളുണ്ട്. 1000 പേര് കൂട്ടിക്കും. 300 പേര്, 250 ഉദ്ദേശിച്ചു, അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും. അത് 300 350 ഒരു ബാക്കി ക്രൗഡ് മുഴുവൻ. അങ്ങനെ ഈ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി നിൽക്കണം. മണിച്ചേട്ടൻ ഞാൻ വരാം റൂമിലിരുന്നു, അവിടെ ഒരു ഹോട്ടലിലിരുന്ന് പറയും മണിച്ചേട്ടനെ ഇറക്കരുത്, മണിച്ചേട്ടൻ ഇറക്കി മൊത്തം പൊളിക്കും. എന്നിട്ട് ഞാൻ വന്നിട്ട് പിന്നെ മണിച്ചേട്ടൻ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടൻ റൂമിൽ തന്നെ ഇരിക്കും. മണിച്ചേട്ടൻ ഇറങ്ങരുത് കേട്ടോ, ഞാൻ വരരുത് അങ്ങോട്ട്, ഞാനൊന്ന് പോട്ടെ ആദ്യം. എന്നിട്ട് ഞാൻ ഇറങ്ങുന്ന സമയം നോക്കി മണിച്ചേട്ടനെ പോക്കി എല്ലാവരും കൂടെ റൂമിൽ നിന്ന് ഒന്നിച്ച്, പള്ളിയുടെ മുമ്പിൽ തന്നെ ഹോട്ടൽ, ഒന്നിച്ചിറങ്ങി നടന്നങ്ങ് പോകാനുള്ള ദൂരമുള്ളൂ ഓടിയോടത്തില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം പൊന്നി ക്രൗഡ് നിൽക്കുകയാണ്. എന്നെ ആർക്കും വേണ്ട, കല്യാണച്ചക്കനില്ല, മണിച്ചേട്ടനെ സ്വീകരിക്കുന്നത്. അങ്ങനെ മണിച്ചേട്ടനെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നത്, ഈ ചെറുക്കനും പെണ്ണും ഓഡിറ്റോറിയത്തിൽ വരുന്നതിന് മുമ്പ് ഒരു പന്തി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഈ ഒരു പന്തി തന്നെ പരിപാടി പൊട്ടി. കാരണം ആരാ വരുന്നിരിക്കുന്ന, ആരോട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല, അന്ന് ആൾക്കാരിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ വിളിച്ചവരാരാ വിളിക്കാത്തവരാരാ നാട്ടിൻപുറമാണ്, എഴുന്നേക്കൊന്നും പറയാൻ പറ്റില്ല. എന്നോട് ഈ ഫുഡിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു സെക്ഷനിൽ തന്നെ പണി പാളിയിട്ടുണ്ട്, ഇനി എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട ചേട്ടൻ, ഇപ്പം പോകുന്നങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മണിച്ചേട്ടൻ എന്താ പ്രശ്നം, ആൾക്കാർ കയ്യിൽ നിന്ന് പോയി, ഭക്ഷണം കഴിക്കുന്ന ആരൊക്കെയോ കയറിയിരുന്ന് കഴിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനത്തെ ഇവിടെ നാട്ടിൻപുറമായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല, അറേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടുകാരും കുറച്ച് പേര് കഴിച്ചു, ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടുകാരിൽ നിന്ന് കുറച്ച് പേരും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ട കുറേ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന ആൾക്കാർ വരുന്നു, ഭയങ്കര ക്രൗഡാവുന്നു, എവിടുന്നൊക്കെയോ ആൾക്കാർ, എനിക്കറിയില്ലാത്ത കുറേ ആൾക്കാർ, ആർക്കും അറിയത്തില്ല, ആരോടൊന്നും ചോദിക്കാനില്ല, വരുന്നു, ഫോട്ടോ എടുക്കുന്നു, മണിച്ചേട്ടൻ്റെ ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര ഇത്. അങ്ങനെ അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് കൊള്ളു കൊടുത്തേക്കെന്ന് പറഞ്ഞു. പുള്ളി ഇനിയൊരു ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കില്ല, ഒരു കാര്യം ചെയ്യാം, വൈറ്റ് റൈസും ചിക്കൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ബിരിയാണിയൊക്കെ പൊട്ടി, എല്ലാം പോയി, വെറുതെ സാധാ ചോറ് വൈറ്റ് റൈസ് ഉണ്ടാക്കുക, കൊടുക്കുക, ചിക്കൻ കറി കഴിക്കുക, കൊടുക്കുക, അങ്ങനെയായി.
ഞങ്ങളൊക്കെ ചിക്കൻ്റെ ഗ്രേവി വിട്ടിട്ട് ചോറിൻ്റെ ആളാണ് ഞാനൊക്കെ. കല്യാണത്തിനൊക്കെ ഒന്നും പറയണ്ട. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു സെറ്റായി. ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയതോടെ അറിയും. മണിച്ചേട്ടൻ വന്നു, മണിച്ചേട്ടൻ കയറ്റി വിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ രാത്രി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഒരു 6-7 മണിക്കൂർ ഓട്ടം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങളെ കയറ്റി വിട്ട് പാട്ടൊക്കെ പാടി കയറ്റി വിടുന്നു, ഇവർ പോകുന്നു. ഇവരെ ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നു, ഇവിടെ എത്തി, അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എറണാകുളത്തെ കല്യാണവും കഴിഞ്ഞ് എറണാകുളത്തെ ഫംഗ്ഷൻ അതിന് മണിച്ചേട്ടൻ എല്ലാവരും ഉണ്ട്. ആവശ്യിക്കുകയും ഫുൾ ടീം ഉണ്ടായിരുന്നു, ജയസൂര്യ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്ന് ഞങ്ങളുടെ വീട്ടിൽ കയറുന്ന ഇതുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിൽ പോകണം. അപ്പോൾ ഞാൻ പഞ്ചായത്തിൽ ചെന്നു. അപ്പോൾ 1 മാസം എടുക്കും ഈ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വരണമെങ്കിൽ. അപ്പോൾ ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടി രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് പോവാം, നിനക്കും പോവാം എനിക്കും പോവാം, അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല, അവൻ ഡ്യൂട്ടി ജോലിക്കും കയറണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പഞ്ചായത്തിൽ ചെന്നപ്പം ഇവരങ്ങോട്ട് ഭയങ്കര സ്വീകരണം. പഞ്ചായത്തും ഈ ഓഡിറ്റോറിയൊക്കെ അടുത്തടുത്ത. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലഡു മേടിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ ലഡു മേടിച്ചു തരാം. ലഡു മേടിച്ചെന്ന് 1 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് അന്ന് ഒരു 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. എന്താ കാരണം വെച്ചാൽ അതിന് ഒറ്റ കാരണം മണിച്ചേട്ടനെ കാണാനൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നു. പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാർ വന്നു. പിന്നെ ബിരിയാണി കഴിച്ചു കേട്ടോ. ഇവരൊക്കെ വന്നാൽ കഴിച്ചത് ആരോടെങ്കിലും പറയാൻ പറ്റാ കഴിച്ചു. അതുകൊണ്ടൊരു ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് സാധനം അടിച്ചൊരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഭയങ്കര ഗുണമായി. പിന്നെ വീണ്ടും ഞാൻ പോകേണ്ടിപ്പോണ്ട് പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടോ. സ്നേഹത്തിൻ്റെ പുറത്ത് വന്നു കേട്ടോ. അതാണ് എൻ്റെ കല്യാണ കഥ, എൻ്റെ പൊന്നെ. പക്ഷെ ഇതൊരു ഭയങ്കര സംഭവമായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വരുന്നു. ഞെട്ടിച്ച് കളഞ്ഞു, ഞാൻ നാട് ഇളക്കി കളഞ്ഞു ചേട്ടൻ. ഇപ്പോഴും ആളുകൾ കാണുമ്പോഴൊക്കെ പറയാറുണ്ടോ ആ ദിവസവും ആ ദിവസം അവർ കണ്ടേക്കുന്ന ഒരു സിനിമാ നടൻ എന്ന് പറയുന്നത് മണിച്ചേട്ടനാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. ആർക്കും അന്ന് ഈ ഷൂട്ടിങ് ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ തുഷാരിയിൽ വെള്ളച്ചാട്ടത്തിലാണ് വന്നേക്കുന്നത്. ഭരണകൂടം എന്ന് പറഞ്ഞ ഇവിടുത്തെ റോബിൻ തിരുമല ചേട്ടനെ കൊണ്ടുവന്ന. പക്ഷെ അന്നൊക്കെ ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ട് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട്. മറ്റുള്ളവർക്ക് സിനിമ എന്താണെന്ന് അറിയത്തില്ല. ഞാനൊക്കെ ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ജനം മുഴുവൻ കണ്ട ഒരു നടൻ എന്ന് പറയുന്നത് കലാഭവൻ മണിയാണ്. മണിച്ചേട്ടനാണെങ്കിൽ പാട്ട് പാടുക അവരുടെ കൂടെയാണല്ലോ. മണിച്ചേട്ടൻ സാധാരണക്കാരെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഒരു ഭയങ്കര ചരിത്രം തന്നെ. ഇപ്പോഴും പറയും, ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ ചെല്ലാൻ കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ കഥകൾ കേൾക്കാനും ഉള്ളത്. അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ കല്യാണം ഭയങ്കര സംഭവിപ്പോയി. എത്ര കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ, വർഷം പറയുകയാണെങ്കിൽ? ഞാൻ മരിക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഞാൻ അന്ന് കണ്ണൂർ പോകുന്ന വഴിയാണ്. ഞാൻ കണ്ണൂർ വന്നപ്പോൾ തന്നെ ആൾ ആശുപത്രിയിലേക്ക് പോയി. അന്ന് അന്ന് വരെ മാർച്ച് 4 വരെ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. 4-ാം തീയതി ഞാൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് പാടാം, അവിടെ എല്ലാവരും ഉണ്ട് പറഞ്ഞ്, ഇവിടെ സിനിമ അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നീ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീകണ്ഠൻ സാറിൻ്റെ ഒരു ഷോയ്ക്ക് ഫ്ലവേഴ്സിൽ വന്നിട്ട് ഓടി എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, സ്മാർട്ട് ഷോ, അതിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ പനമ്പള്ളിക്കാർ കയറി അവരെയൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഓടിക്കുന്ന പയ്യനുണ്ട് ചന്ദനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എടാ നീ ചാലക്കുടിയിൽ ഇറങ്ങണം, നമുക്ക് ചാലക്കുടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ വേണ്ടി ചെന്നം കണ്ടിട്ട് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവളവിടെ വൈഫ് ഹൗസിലാണ്. അപ്പോൾ അവിടെ എനിക്ക് വെളുപ്പിന് ചെല്ലേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇവൻ എന്താ വെച്ചാൽ ഇവന് അവളെ വിളിച്ചിട്ട് ഇവനോട് പറഞ്ഞു, എടാ അവിടെ നിന്ന് ഇറങ്ങണ്ട, ചേട്ടനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകാം, അവിടെ വന്നിട്ട് കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇറങ്ങിയിട്ട് പോകുള്ളൂ, ചേട്ടൻ വിളിച്ചാണ്, നമ്മൾ ചെന്നിട്ട് പോകാം. അത് മാർച്ച് 4. അങ്ങനെ പനമ്പള്ളിയാറ് കയറി കുറച്ച് കാലം അവരോട് കഴിഞ്ഞ് ഞാൻ വണ്ടിക്കകത്ത് കിടന്നുറങ്ങി. പനമ്പള്ളിയാറ് പോലെ ഞാൻ ചാലക്കുടി ഇറങ്ങിയിട്ട് പോകുള്ളൂ, അല്ല നീ മേടിക്കേണ്ട അടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി. ഇവൻ എന്ത് ചെയ്തു, ഇവള് വിളിച്ച സ്ഥിതിക്ക് ഇവൻ അവിടെ ഇറക്കിയില്ല. ഞാൻ കിടന്ന് നല്ല ഉറക്കം, 2 ദിവസം ഉറക്കം ഉണ്ടായിരുന്നു. സുഖമായിട്ട് ഇറങ്ങി. വെളുപ്പിന് ഞാൻ കണ്ണൂരെത്തുമ്പം കണ്ണൂരെത്തി. നീ ഒന്ന് ചാലക്കുടി നിർത്താണ്ടിരുന്നത്, ഒന്ന് പോയിക്കാടുന്ന് ചാലക്കുടി ഇരുന്ന് ചേച്ചി വിളിച്ചുകൊണ്ടിരിക്കും, വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ജോബിച്ചേട്ടൻ്റെ കോൾ വരും. ജോബിച്ചേട്ടൻ്റെ കോൾ വന്നിട്ട് ഞാൻ ചെന്ന് ചോദിച്ചിട്ടാ നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂർ. എടാ മണിച്ചേട്ടന് ഇത്തിരി സുഖമില്ലായ്മയുണ്ട്, ചിലപ്പോൾ ആശുപത്രി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പുള്ളി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഉറങ്ങി എഴുന്നേറ്റ് 4 മണിക്ക് ഞങ്ങൾ അവിടെ 4 മണിക്ക് കുർബാന. പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേനും എൻ്റെ ഫോൺ നിറച്ചു മിസ് കോള്, ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുക. 5-ാം തീയതി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്, മണിച്ചേട്ടന് സീരിയസ് ആണ്, പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ന്യൂസ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അപ്പം തന്നെ ചോദിച്ചേട്ടനെ വിളിച്ചപ്പോൾ ചോദിച്ചേട്ടൻ എടാ സീരിയസ് ആണ്, ആശുപത്രിയിലാണ്, വരാൻ പറഞ്ഞത്.